ലഹുൽ അർളുൽ മൈതതു അഹ്യൈനാ ഫീഹാ വആയത്തുൽ ലഹുൽ അർളുൽ മൈത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്, ഒരു എവിഡൻസ് അൽ അർളുൽ മൈത, അതായത് ചത്തുകിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഉണങ്ങിക്കിടക്കുന്ന ഭൂമികൾ, അത് മനുഷ്യൻ ദൃഷ്ടാന്തമാണ്. കാരണം അഹ്യൈനാഹ, അല്ലാഹു തആല പറയുന്നു, ആ ഭൂമിയെ ഒരു മഴ പെയ്യൽ ആ ഭൂമി അത് ഹയാത്താകുന്നു. നേരത്തെ ആ ഭൂമി വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ട് അത് ഒന്നുമില്ലാതെ തരിശായി കിടക്കുകയായിരുന്നു. ഒരു ചെടിയുമില്ലാതെ, ഒരു പുല്ലും ഒരു പുഷ്പവുമില്ലാതെ. പക്ഷേ ഒരൊറ്റ മഴ വീണാൽ നമുക്കൊക്കെ കാണുന്നു, ഇവിടെയുള്ള കാലിയായി കിടക്കുന്ന ഭൂമികള് അത് അലങ്കരിച്ച വധുവിനെ പോലെ വളരെ സുന്ദരമായിട്ട് ഭൂമി ഹയാത്താവുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഅഖ്റജ്നാ മിൻഹാ ഹബ്ബ, ആ ഭൂമിയിൽ നിന്ന് നാം ധാന്യങ്ങളെ നാം പുറത്തേക്കെടുക്കുന്നു. ഭൂമിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാന്യങ്ങളെ പുറത്തേക്കെടുക്കുന്നത്. നാം മനസ്സിലാക്കണം, ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ വിത്തുകൾ, ധാന്യങ്ങൾ, അത് കാണുമ്പോൾ നിർജീവമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു മഴ കൊണ്ടാൽ ആ ധാന്യങ്ങൾ അത് പൊടിച്ച് അതിൽ ഇവിടെ ഒരു ചെടി ഉണ്ടാകുന്നു. അങ്ങനെ അവസാനം അത് ഒരു മരമായി മാറുന്നു, ചിലത് വള്ളികളുമായി മാറും. അപ്പോൾ ഇത് മനുഷ്യനിക്ക് വലിയ ദൃഷ്ടാന്തമാണ്. ഒന്നുമില്ലാത്ത ശൂന്യത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അതുപോലെ തന്നെ ചെറിയ വിത്തുകളിൽ നിന്ന് സൃഷ്ടിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു തആല പറയുന്നു, ആ ധാന്യങ്ങളിൽ നിന്നാണ് ആൾക്കാർ നാമൊക്കെ ഭക്ഷിക്കുന്നത്. ആ ധാന്യങ്ങൾ വിളഞ്ഞ് നെല്ലുകളും അതുപോലെ റാഗിയും ജോളവും അങ്ങനെ അത് വലുതായി, ആ ചെടി വലുതായി അത് ഇവിടെ പഴം കായ്ക്കുമ്പോഴാണ്. നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതൊക്കെ നമുക്ക് തിന്നാൻ വേണ്ടിയാണ്. ഹലാലായത് തിന്നണമെന്നാണ് ഖുർആൻ പറയുന്നത്. അതേസമയം തിന്നുന്നതിനും ഇസ്ലാമിൽ ഒരു അദബും ചിട്ടയും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, മാ മലഅബുൽ ആദമ ബിആൻ ശർറൻ മിൻ ബത്ൻ. നാം കിട്ടുമ്പോൾ കിട്ടിയതൊക്കെ തിന്നുന്നു. പക്ഷേ അങ്ങനെ തിന്നാൻ പാടുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും മോശപ്പെട്ടത് അവന്റെ വയറാണ്. ഇതേ കാരണം കിട്ടിയതൊക്കെ എടുത്ത് തിന്നാനുള്ളതല്ല അവന്റെ വയറ്. കാരണം ഒരു മനുഷ്യൻ എത്ര തിന്നണമെന്ന് ഒരു മനുഷ്യനിക്ക് അല്ലാഹുവിന്റെ കണക്കാക്കിയിട്ടുണ്ട്, എത്ര കുടിക്കണം അതും കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഇത്ര തിന്നുമെന്ന് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, ഇത്ര അവൻ വെള്ളമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ടോ അവൻ കുടിക്കുമെന്ന് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, അതിനേക്കാൾ അല്പം പോലും കൂടുതലായി കുടിക്കാനോ കുറക്കാനോ നമുക്ക് സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. ചില ആൾക്കാർ പറയുന്നു, വയസ്സായി ഇപ്പൊ മുമ്പത്തെ പോലെ ഒന്നും തിന്നാൻ സാധിക്കുന്നില്ല. അപ്പൊ ഒരാളോട് നിങ്ങൾ എത്ര തിന്നുണ്ടായിരുന്നു? അയാൾ പറയുന്നു, ഞാൻ 10 രൂപയാണെങ്കിൽ 22. പിന്നെ അതിന് ശേഷം ഈ പഴം അത് ഇത്ര. അങ്ങനെ ഓരോന്നും അയാൾ ഇങ്ങനെ മെനു പറയുന്ന പോലെ, ഭക്ഷണത്തിന്റെ മെനു പറയുന്നത് പോലെ അയാൾ എടുത്ത് പറയാൻ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അയാൾ ഇപ്പൊ പറയുന്നു ഇപ്പൊ അങ്ങനെ തിന്നാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ഇപ്പൊ എത്ര തിന്നറിഞ്ഞോ? 10-15 ഇപ്പോഴും തിന്നുന്നുണ്ട്, കുറവില്ല. 10 പോലെ തിന്നാൻ പറ്റുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. വീട്ടിൽ പോകാൻ കഴിയുന്നില്ല. നാം മനസ്സിലാക്കുന്ന തിന്നാനുള്ളതാണോ നമ്മുടെ വയറ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യനിക്ക് അവന്റെ ജീവൻ നിലനിൽക്കാൻ മാത്രമുള്ള ആഹാരം മതി. കാരണം കൂടുതൽ തിന്നുമ്പോൾ നാം പറയുന്നു കുറെ തിന്നണം, തിന്നാലതിനാൾ അല്ലാഹുവിന്റെ മുന്നിൽ ഹിസാബുണ്ട്. ഓ സഹോദരന്മാരെ, നാം വിചാരിക്കും നാം ഇപ്പോൾ തിന്നാലത് രക്ഷപ്പെട്ടു പോയി. പക്ഷേ
രക്ഷപ്പെട്ടിട്ടില്ല. നാം തിന്നതിനും നാം ചെലവാക്കിയതിനും എടുത്തതിനും എല്ലാം ഇവിടെ പ്രശ്നം ചോദ്യമുണ്ട്. ആ ചോദ്യം പടച്ച റബ്ബ് ചോദിക്കുമ്പോൾ മറുപടി പറയാതെ അല്ലാഹു വിടൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യനിക്ക് അവന്റെ ജീവിതം നിലനിൽക്കാൻ മാത്രം തിന്നാൽ അത് മനുഷ്യന് മതിയാവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതിന് അവന് തിന്നാതെ പറ്റേ ഇല്ല. തിന്നണം എന്നുണ്ടെങ്കിൽ അവന്റെ വയറ് മൂന്നായിട്ട് അവൻ ആശ്രയിക്കട്ടെ. അതിൽ ഒരു ഭാഗം ആഹാരത്തിന്, മറ്റേ ഒരു ഭാഗം, മൂന്നിൽ ഒരു ഭാഗം ആഹാരത്തിന്, മറ്റേ ഭാഗം വെള്ളത്തിന്, മറ്റേ ഒരു ഭാഗം അവന്റെ ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി അവൻ അത് വിനിയോഗിച്ചു കൊള്ളട്ടെ. അതിനേക്കാൾ കൂടുതലായി തിന്നാൻ പാടില്ല. അപ്പൊ ചോദിക്കും, ഹറാമാണോ? ഹറാമാണെന്നല്ല അതിന്റെ വായന. പിന്നെ എന്താണ്? അങ്ങനെ തിന്നാൽ ശരീരത്തിന് രോഗം വരും. നിങ്ങൾ അറിഞ്ഞില്ലേ, ഒരു വണ്ടി അത് കൂടുതലായി ഓടിയാൽ, ഓവറായി അതിനെ നാം ഡ്രൈവ് ചെയ്താൽ ആ വാഹനത്തിന് കേടുവരുന്നില്ലേ? ഒരു ദിവസം സുബഹി മുതൽ വൈകുന്നേരം വരെ ഓടിയാൽ, അല്ലെങ്കിൽ ഇന്ന് സുബഹി മുതൽ നാളെ സുബഹി വരെ ഓടിയാൽ, പിന്നെ ഒരു ദിവസം ഫുള്ളായി ആ ഗാഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നത് നാം കാണുന്നില്ലേ? അതെന്തിനാണ്? അതിന്റെ പാർട്സുകൾ കേടുവരാതിരിക്കാനാണ്. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ ജീർണിക്കുന്ന അവയവങ്ങൾക്കും കിഡ്നിക്കും അതുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും അല്ലാഹു ഇത്രയെന്നുള്ള കപ്പാസിറ്റി അല്ലാഹു വെച്ചിരിക്കുകയാണ്. അത് നഷ്ടപ്പെടുത്താതെ അത് അതിന്റെ യഥാശൈലിയിലൂടെ വർക്ക് ചെയ്യണമെങ്കിൽ നാം കാണുന്നില്ല, സൂര്യൻ ഡെയിലി അതിന്റെ ക്രമം പോലെ അത് പോകുന്നു വരുന്നു, ചന്ദ്രൻ പോകുന്നു വരുന്നു, രാത്രികൾ മാറി മാറി വരുന്നത് അതിന്റെ ക്രമം പോലെയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിനും ഒരു ഘടനയുണ്ട്. ആ ഘടന തെറ്റുപോകാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനും നിന്റെ ആഖിറത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആഹാരം കഴിക്കുമ്പോൾ നിന്റെ ചിട്ട പാലിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആയത്തിന്റെ ഒരു അർത്ഥം ഞാൻ പറയുന്നു. അല്ലാഹു തആല പറയുന്നു, ആൾക്കാര് ജനങ്ങള് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത്, ഇവിടെ ധാന്യം ഉണ്ടാക്കുന്നത് അത് മനുഷ്യർ തിന്നാൻ വേണ്ടിയാണെന്ന്